പിന്നെ ഇന്നിപ്പോ ഫോൺ വന്നിട്ട് യാതൊരു ഒഴിവില്ല, കാരണം ഒക്കെ ചോദിക്കാൻ എന്നാണ് ഇപ്പോ. അപ്പൊ അതുകൊണ്ട് ഇവിടെ പിന്നെ പറയാണ്, ഞാൻ ഇന്ന് പിന്നെ പല ആളുകളും ഇങ്ങനെ വിളിച്ചു ചോദിച്ചപ്പോ എന്നാണ് നോമ്പ്. കാരണം ഒന്നാമത്തെ അങ്ങനെ ചോദിക്കാനുള്ള കാരണം നാളെയും മറ്റന്നാളും ആണല്ലോ. അപ്പൊ നാട്ടില് മുഹറം 9 നാളെയാണ്, മറ്റന്നാളാണ് 10 നാട്ടില് അങ്ങനെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സാധാരണ ഇവിടത്തേക്കാൾ ഒരു ദിവസം പിന്തിട്ടാണ് നാട്ടിലുണ്ടാവാറ്. ചിലപ്പോഴൊക്കെ ചോദിച്ചു ആകാൻ പിന്തിട്ടാണ് ഉണ്ടാവുക, അങ്ങനെ ഉണ്ടാവാറ്. നാളെ ഇവിടെ 9 ആണെങ്കിൽ മറ്റന്നാളാണ് നാട്ടിൽ 9 ആവാറ് ചിലപ്പോ, അല്ലെങ്കിൽ നാളെ തന്നെ ആവും ചെയ്യും. അങ്ങനെ അവിടത്തേക്കാൾ ഇവിടെ പിന്താറില്ല. പക്ഷെ കണക്കല്ല, കിഴക്കൻ രാജ്യങ്ങളിൽ മാസം കണ്ടാൽ പടിഞ്ഞാറ് രാജ്യങ്ങളിൽ മാസം കാണുമെന്ന് കിതാബുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതേ സമയത്ത് അതുകൊണ്ട് വിരിക്കാൻ പറ്റൂല, കാണണം. മാസം 29 അന്ന് കാണണം മാസം. പിന്നെ സംഗതി യഥാർത്ഥത്തിലെ മാസം കണ്ടിരിക്കുന്നു, ഉദിച്ചിരിക്കുന്നു, പക്ഷെ ആരും കണ്ടിട്ടില്ല നിൽക്കുക. 29 ആരും കണ്ടില്ല, എന്നാൽ നമുക്ക് പിറ്റേ ദിവസം 30 വെക്കാൻ പറ്റുള്ളൂ. അപ്പൊ കഴിഞ്ഞ മാസം 26 ദുൽഹജ്ജ് 29 അന്ന് രാത്രി ഗൾഫ് രാജ്യങ്ങൾ മാസം കണ്ടില്ല. അതുകൊണ്ട് അവരെന്ത് പ്രഖ്യാപിച്ചു, മാസം കാണാത്തതിന്റെ നാളെ 30 ദുൽഹജ്ജ് 30 നാളെ, മറ്റന്നാളാണ് 1 അവർ ലഭിച്ചു. അപ്പോ കഴിഞ്ഞ എന്നിരുന്നത് വ്യാഴത്തോട് വ്യാഴം 8, അതെ കഴിഞ്ഞ വ്യാഴാഴ്ച അല്ലേ? അതെ. അപ്പൊ ഏതാനും ശരി, കഴിഞ്ഞ വ്യാഴാഴ്ചയിൽ 1 പറഞ്ഞത്, അതെ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ദുൽഹജ്ജ് 1 അല്ലേ? ദുൽഹജ്ജ് 1 മുഹറം 1 വ്യാഴാഴ്ചയിലായിരുന്നു. വ്യാഴത്തോട് വ്യാഴം 8, അതെ വെള്ളി 9, ശനി 10 പിന്നെ പ്രഖ്യാപിച്ചു കാണുന്നത്. പക്ഷെ ഇവിടെ സാധാരണ അങ്ങനെ പ്രഖ്യാപിക്കാറൊന്നുമില്ല. സാധാരണ റമളാൻ മാസത്തിലും അതുപോലെ തന്നെ പെരുന്നാളിനൊക്കെ പ്രഖ്യാപിക്കാറുള്ളൂ. ഇവിടുത്തെ പ്രത്യേകമായ കമ്മിറ്റിന്റെ അവരൊക്കെ കൂടിയിട്ട് മാസം കണ്ടതിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ പ്രഖ്യാപിക്കല് പെരുന്നാക്കും നോമ്പിനൊക്കെ ഉള്ളൂ. അതല്ലാതെ സാധാരണ മുഹറത്തിനൊന്നും അങ്ങനെ പ്രഖ്യാപിക്കാറില്ല. പക്ഷെ എന്നോട് പല ആളുകളും വിളിച്ച് ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ യുഎഇയിലെ ലജ്നത്തുൽ ഇഫ്താർ ഉണ്ട്, മറ്റേ ഇവിടുത്തെ ഫത്വ കമ്മിറ്റി ഉണ്ട്, യുഎഇ ഔഖാഫിന്റെ ഔദ്യോഗിക ഫത്വ കമ്മിറ്റി. അവരുടെ ശേഷം വിളിച്ചു, അവർ വിളിച്ചു. അപ്പൊ വെള്ളിയാഴ്ച 1 വെള്ളിയാഴ്ച 9 ശനിയാഴ്ച 10 എന്നാകുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ആ കാര്യം നമുക്ക് ഓർക്കെ പറയാലോ. അപ്പൊ എനിക്ക് നിങ്ങൾ വിളിച്ചു ചോദിക്കേണ്ട ആവശ്യമില്ലാന്ന് ഇപ്പൊ പറഞ്ഞല്ലോ. വെള്ളിയാഴ്ചയാണ് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ, വെള്ളിയാഴ്ചയാണ് മുഹറം 9, ശനിയാഴ്ചയാണ് 10. പിന്നെ വേറെ ചോദ്യം കൂടി ഉണ്ട്. ബഹുമാനപ്പെട്ട ഈ ദാരിമിയുടെ ക്ലാസ്സിലെ ഇതൊക്കെ അദ്ദേഹത്തിന്റെ ക്ലാസ് വിഷയാവതരണം കഴിഞ്ഞ ശേഷം അദ്ദേഹത്തോട് ചോദിക്കാം. പിന്നെ പ്രാവ്, ലവ് ബേർഡ്സ് എന്നിവയെ വീട്ടിൽ വളർത്താമോ എന്നാണ്. ഇണങ്ങാത്തൊരു പക്ഷിയെയും വളർത്താൻ പറ്റില്ല. പ്രാവൊക്കെ അണങ്ങല്ലോ അല്ലേ? ഇണങ്ങാത്ത ഒരു പക്ഷിയെയും വളർത്താൻ പാടില്ല, ഹറാമാണ്. എന്തായാലും അല്ലാത്ത ഒരു നമ്മൾ മുസ്ലിങ്ങളൊക്കെ അത് ചെയ്യാറല്ലേ? തത്തനൊക്കെ ചെറിയ കൂട്ടിലാക്കിയിട്ട് അള്ളാഹുവിന്റെ റസൂൽ വിരോധിച്ച ഒരു വിഷയം, അള്ളാഹുവിന്റെ റസൂൽ കണിശമായി വിരോധിച്ച ഒരു വിഷയം മുസ്ലിങ്ങൾ ഇങ്ങനെ ചെയ്യുക അല്ലേ? ഈ വിശാലമായ ഈ ലോകത്ത് മുഴുവൻ പാറി പറക്കുന്ന ഒരു പക്ഷി, ഒരു ജീവിയെ അതിനൊന്ന് ശരിക്ക് ചിറകട്ടടിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത രീതിയിൽ അതിനെ അദാബ് ചെയ്യുക, ഒരു ചെറിയ കൂട്ടിലാക്കുക. അതിന്റെ ലോകം നമ്മുടെ മാതിരിയല്ല. നമ്മുടെ ഈ വിശാലമായ ഈ അന്തരീക്ഷം മുഴുവൻ പാറി പറക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള ജീവിയായിരുന്നത്. അങ്ങനത്തെ ഒരു ജീവിയെ ചെറിയൊരു കൂട്ടിലിങ്ങനെ ആക്കുക. എന്താണ് അത് സ്ഥിതി? തത്തേനെ അതാണ് ഇണങ്ങും ചെയ്യില്ല, എത്ര ഇണക്കിയാലും ഇണങ്ങൂല തത്ത പോലെയുള്ള ജീവികൾ. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ജീവികളൊക്കെ കൂട്ടിലിട്ട് വളർത്താൻ ഹറാമാകുന്നു. പിന്നെ അതേ സമയത്ത് ഇണങ്ങുന്ന ജീവിയാന്നൊക്കെ എന്താ പറ്റുന്ന, ഉദാഹരണം ഇപ്പൊ കോഴിയൊക്കെ ഉണ്ടല്ലോ അല്ലേ? കോഴിനൊക്കെ നമുക്ക് വളർത്തിക്കൂടെ? എന്താണ് അത്? രാവിലെ വിട്ടാക്കാണ്ട് വൈകുന്നേരം ഇങ്ങോട്ട് വന്ന് കൂട്ടിൽ അത് അന്വേഷിച്ച് വന്നോളും. അപ്പൊ അങ്ങനത്തെ ജീവി, അതുകൊണ്ട് വിരോധമില്ല. പിന്നെ ഈ പ്രാവൊക്കെ ഈ വളർത്തുന്ന പ്രാവൊക്കെ ഉണ്ട്. അതൊക്കെ അതിന് നമ്മൾ കൂടുണ്ടാക്കി കൊടുത്താൽ, എന്റെ വീട്ടിലിട്ട് കുറെ പ്രാവുകളുണ്ട്. നമ്മുടെ വീട്ടിൽ പലരും വന്നതാണല്ലോ, അതുകൊണ്ട് പലരും അറിയാം. കുറെ പ്രാവുകളുണ്ട്. നല്ല നല്ല എന്റെ അഞ്ചന്റെ പ്രാവാണ്. പിന്നെ നല്ല വില പിടിപ്പുള്ള തരം പ്രാവുകളൊക്കെ ഉണ്ട്. എന്ന് മാത്രം ഞാൻ അത് അവർക്ക് ജീവിക്കാനൊരു സൗകര്യം ചെയ്ത് കൊടുത്താണ്. രാവിലെ അവിടെ ഇറങ്ങിപ്പോകും, വൈകുന്നേരം അങ്ങോട്ട് തിരിച്ചു വരും അല്ലേ? അപ്പൊ അങ്ങനത്തെ ജീവിയാണ്. അതുകൊണ്ട് അതിനെ വളർത്താൻ അതുകൊണ്ട് വിരോധമില്ല.
പിന്നെ കൂട്ടിൽ നിന്ന് പിന്നെ അതിന് പുറത്തിറങ്ങാൻ സ്വാതന്ത്ര്യം കൊടുക്കുക, എന്നിട്ട് അത് ഇര തേടി പോകാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവുക, എന്നിട്ട് അത് തിരിച്ചു വരികയാണെങ്കിൽ വരറ്റാൻ ആ രീതിയിൽ ആകുകയാണെങ്കിൽ പിന്നെ അങ്ങനത്തെ ജീവികളെ വളർത്താവുന്നതാണ്. അതല്ലാത്ത ഇണങ്ങാത്ത ജീവിയെ വളർത്താൻ പാടില്ല എന്നാണ്. നമ്മളോടൊന്നും ഇപ്പൊ നാളെ ഒരു വാരി ചോദിച്ച പ്രാവിനെ കൊടുക്കാറില്ല. പക്ഷെ ഒരാൾ വല്ലാത്ത താല്പര്യക്കാരനായിരുന്നു. അയാൾ മഞ്ചേരി ആ ഭാഗത്ത് നിന്ന് വന്ന ആളായിരുന്നു. അയാൾ 2 പ്രാവിനെ ആവശ്യപ്പെട്ടാണ് കൊണ്ടുപോയി. ഞങ്ങളുടെ 10-70 കിലോമീറ്റർ ദൂരമാണ് മഞ്ചേരിയില്ലേ, ഞങ്ങളുടെ ആനക്കരയിൽ നിന്ന് മഞ്ചേരിക്ക് 10-70 കിലോമീറ്റർ ദൂരം ഉണ്ടല്ലോ. അദ്ദേഹം കാറിലാണ് വന്നത്. ആ കാറിൽ വെച്ചിട്ട് അദ്ദേഹം 2 പ്രാവിനെ കൊണ്ടുപോയി. വൈകുന്നേരം നമ്മുടെ വീട്ടിൽ ആ പ്രാവ് മുളയും ചെയ്തു. നോക്കിങ്ങളപ്പോ ഇതെല്ലാം ഞാൻ അത് പടച്ച റബ്ബ് എന്താണിത് ഈ സംഭവം? അതിങ്ങനെ അതിന് വഴിയൊക്കെ ഇങ്ങനെ മനസ്സിലായത് കാറിൽ വെച്ചാളെ കൊണ്ടുപോയിക്കിടത് അയാള് 10-70 കിലോമീറ്റർ ദൂരമുള്ള മഞ്ചേരിയിലേക്ക് കൊണ്ടുപോയി. വൈകുന്നേരം അത് ഇവിടെ പറഞ്ഞെത്തിക്കണെന്ന്. അപ്പൊ എനിക്ക് തോന്നി ഒന്നിക്കും അത് ഈ സാധാരണ ഏരത്ത് കടിച്ചിട്ട് അങ്ങോട്ടൊക്കെ പോവാറുണ്ടാവാം. 70 കിലോമീറ്റർ നമ്മൾ റോഡിൽ കൂടെ പോകുമ്പോഴാണല്ലോ, മേലെക്കൂടെ പറക്കാനി പാർന്നില്ലല്ലോ അല്ലേ, എത്ര ഉണ്ടാവുമല്ലോ. അപ്പൊ ഒന്നുകിൽ അങ്ങനെ ആയിരിക്കാം. സാധാരണ ദിവസേന ഇപ്പൊ മഞ്ചേരിയൊക്കെ പോയി വരണുണ്ടാവും ചിലപ്പോ അത്. അപ്പൊ ഇതിനെ വഴി അറിയാതിരിക്കും ചിലപ്പോൾ. അതല്ലെങ്കിൽ മറ്റെന്തോ ഒരു അള്ളാഹു സുബ്ഹാനഹു എന്തോ ഒരു ആകർഷണീയമായ ഒരു സ്വഭാവത്തിന് കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെയല്ലോ ചില പക്ഷികൾക്ക് ചില മീനുകൾക്കൊക്കെ അങ്ങനെ ഉണ്ടല്ലോ. 5000 കിലോമീറ്റർ ദൂരെയുള്ള തടാകത്തിൽ പോയി മുട്ടിട്ട് എന്നിട്ട് പിന്നെ ആ പക്ഷി ആ മത്സ്യം അത് പോയോർത്തിക്കാൻ തിരിച്ചു വന്ന് പിന്നെ ആ മുട്ടയിട്ട സ്ഥലത്ത് നിന്ന് അവിടെ കുട്ടികൾ വിരിഞ്ഞ് അവസാനം 5000 കിലോമീറ്റർ അപ്പുറമുള്ള തള്ളയെ തേടി ആ കുട്ടികൾ പോകുമെന്നൊക്കെ പഠനം നടത്തിയിട്ടുണ്ടല്ലോ. അപ്പൊ അതുപോലെ വല്ല ആകർഷണീയമായ കഴിവ് അല്ലാഹു തആല എന്ന് കൊടുത്തത് എന്തുകൊണ്ടാ അറിയില്ല. ഏതൊരു സംഭവം ഉണ്ടായി. അങ്ങനെ മഞ്ചേരിയിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നു. അപ്പൊ ഞാനിപ്പോ അതിൽ അതിനുകൊണ്ട് പറയില്ല, അപ്പൊ ഇതിന്റെ ഇടയിൽ കൂടെ ഒന്ന് പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ വളർത്തിയാൽ അത് ഇണങ്ങുന്ന പക്ഷിയാണ് എങ്കിൽ അതിനെ വളർത്തുകൊണ്ട് വിരോധമില്ല. അതേസമയത്ത് ഇണങ്ങാത്ത പക്ഷിയെ കൂട്ടിലിട്ട് വളർത്താൻ പാടില്ല, ഹറാമാകുന്നു. പിന്നെ പിന്നെന്താണിപ്പോ ഉസ്താദ് അഖീഖത്തും ഉളുഹിയത്തും ഒന്നിച്ചേർക്കാമോ എന്നുള്ള ഒരു ചോദ്യം അദ്ദേഹത്തിനോട് ഞാൻ മറുപടി നൽകിയിട്ടുണ്ട് PM-ലൂടെ. അത് ആടാണെങ്കിൽ പറ്റൂല. ആടിനാണ് അറക്കുന്നതെങ്കിൽ പിന്നെ ഒരു വിഷയത്തിന് വേണ്ടി ഒരു ആട് അങ്ങനെ തന്നെ പറ്റുള്ളൂ. അതിൽ പലതിനും കൂടി പങ്കു ചേർക്കാൻ പറ്റുകയില്ല. ആടാണെങ്കിൽ അഖീഖത്താണെങ്കിൽ അഖീഖത്ത് മാത്രം, ഉളുഹിയത്താണെങ്കിൽ ഉളുഹിയത്ത് മാത്രം അങ്ങനെ പറ്റുള്ളൂ. അതേസമയത്ത് ആട് അല്ലാത്ത ജീവിയാണെങ്കിൽ പോത്ത് മൂരിയൊക്കെ ഉണ്ടല്ലോ, എരുമ പശു ഒട്ടകം പോലെയുള്ള ജീവികളൊക്കെ ആണെങ്കിൽ അതിൽ അഖീഖത്തിനും പിന്നെ ഉളുഹിയത്തിനും കൂടി ഒരു മൃഗത്തെ അറക്കാവുന്നതാണ്. ഇന്ന് മാത്രമല്ല 7 വിഷയങ്ങളെ അതിൽ ഉൾപ്പെടുത്താവും. 7 ആളുകൾക്ക് പങ്കെടുക്കാൻ പറ്റും എന്നതുപോലെ തന്നെ 7 വിഷയങ്ങൾ വേണമെങ്കിൽ ഉൾപ്പെടുത്താം. അതിന്റെ ഒരു ഭാഗം അഖീഖത്ത്, ഒരു ഭാഗം ഉളുഹിയത്ത്, ഒരു ഭാഗം കഫാറത്ത് എന്തുണ്ട്. അങ്ങനെ ഈ ഹജ്ജ് സംബന്ധമായ വിഷയങ്ങളിൽ ഫിദിയൊക്കെ ഉണ്ടല്ലോ, ആടിനർത്ത് കൊടുക്കണ്ടൊക്കെ അങ്ങനത്തെ വിഷയങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്താം. 7 വിഷയങ്ങളും 7 ആളുകൾക്ക് പങ്കെടുക്കാൻ പറ്റുന്നത് പോലെ 7 കാര്യങ്ങളും ഉൾപ്പെടുത്താവുന്നതാണ്. ആടാണെങ്കിൽ പറ്റൂല. ആട് ഒരു വിഷയത്തിന് തന്നെ പറ്റുള്ളൂ. ഇനി ഇൻഷാ അല്ലാഹ് കുറെ ജലീദാരിമി എത്തിയിട്ടുണ്ടാ? ജലീദാരിമി എത്തിയിട്ടുണ്ട്. അപ്പോൾ വൈഫിനോട് ഫോണിൽ സംസാരിച്ചാൽ ചിലപ്പോൾ ഈ പടച്ചോനെ ബാക്കി വായിക്കാൻ വയ്യ. വൈഫിനോട് ഫോണിൽ സംസാരിച്ച് ചിലപ്പോൾ സ്ഖലനം ഉണ്ടാവാറുണ്ടെന്നാണ് അല്ലേ? സ്ഖലനം ഉണ്ടാവും ആണ് ആ ചോദ്യം. ഞാൻ അത് ക്ലോസ് ചെയ്ത ആ PM. സ്ഖലനം ഉണ്ടാവാറുണ്ട് എന്നാണ് ചോദ്യം എങ്കിൽ കുളിക്കൽ നിർബന്ധമാണ്. കുറ്റമൊന്നുമല്ല. സ്വന്തം വൈഫിനോട് സംസാരിച്ചതാണ്. ഓളോടിപ്പോ എന്തും സംസാരിക്കാം. വികാരം ഉണർത്തുന്ന രീതിയിൽ സംസാരിക്കാൻ സ്വന്തം വൈഫിനോട് സംസാരിക്കുകയോ ചെയ്യാതൊന്നും വിരോധമൊന്നുമില്ല. അത് കുറ്റകരമല്ല. അങ്ങനെ സ്ഖലനം ഉണ്ടായി നിൽക്കുന്ന കുളിക്കൽ നിർബന്ധമാണ്. ഇനി സ്ഖലനമല്ല ഉണ്ടായത്, പിന്നെന്താണ്, ഒരു തരം ദ്രാവകം പുറപ്പെട്ടു നിൽക്കുക. അത് മദീയാണത്. നല്ല വികാരമൊക്കെ കൂടുതൽ ഉണ്ടാകുന്ന സമയത്ത് പുറപ്പെടുന്നത്. അത് പുറപ്പെട്ടാൽ കുളിക്കൊന്നും വേണ്ട. പിന്നെ അത് നജസാണ്, കഴുകി വൃത്തിയാക്കിയാൽ മതി. അത് പുറപ്പെട്ട ഒന്നു മുറിയുകയും ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതുവരെയും പറഞ്ഞതും ചോദിച്ചതും കേട്ടതൊക്കെ അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ എന്ന് ദുആ ചെയ്യാണ്. ഇൻഷാ അല്ലാഹ് വെള്ളിയാഴ്ച മുഹറം 9 ശനിയാഴ്ച 10 ആയിട്ടാണ് UAE-യിലെ ഔഖാഫിന്റെ മുഫ്തിമാർ നമുക്ക് നൽകിയ വിവരം അങ്ങനെയാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ.
ആ നോമ്പൊക്കെ നോൽക്കുവാനും പിന്നെ അതിന് സംബന്ധമായ എല്ലാ പ്രതിഫലങ്ങളും അള്ളാഹു സുബ്ഹാനഹു നമുക്ക് അവന്റെ മഹവായ ഫضل കൊണ്ട് നൽകുകയും ചെയ്യട്ടെ. ഇനി സാധിക്കാൻ ഇപ്പൊ നാളെയും മറ്റന്നാളും നാലാളും അങ്ങനെ അല്ല 3 ദിവസം അങ്ങനെയാവാം അല്ലെ. നാളെ വ്യാഴാഴ്ച ഏതായാലും സുന്നത്ത് നോമ്പുള്ള ദിവസമാണല്ലോ. സാധിക്കുന്ന ആൾക്കാർ അങ്ങനെയും ചെയ്യാം. വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും 9, പിന്നെ ശനിയാഴ്ച 10 അങ്ങനെയും ആവാം. അതുകൊണ്ട് വിരോധമില്ല, നല്ല കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ എന്ന്